ഇന്ത്യ തുടക്കമിട്ടു. പിന്നാലെ പാകിസ്ഥാനെ ആക്രമിച്ച് ബലൂചിസ്ഥാൻ ആർമിയും. ബോംബ് വെച്ച് സൈനിക വാഹനം തകർത്തു. 7 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെ ആക്രമിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. BLAയുടെ ആക്രമണത്തിൽ 7 പാക് സൈനികർ കൊല്ലപ്പെട്ടു. തടവുകാരുമായി പോയ വാഹനം ആക്രമികൾ തടഞ്ഞാണ് സ്ഫോടനം നടത്തിയതെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വാഹനത്തിൽ 40ഓളം തടവുകാർ ഉണ്ടായിരുന്നു. ഇവരെയെല്ലാം മോചിപ്പിച്ച ശേഷം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പട്ടാളക്കാരെ ബലൂച്ച് ആർമി ബന്ദികളാക്കി. അതിനുശേഷമാണ് ഇവർ സൈനിക വാഹനം ബോംബ് വെച്ച് തകർത്തത്. 7 പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടമായതായും പാക് സൈന്യം വ്യക്തമാക്കി. അടുത്തിടെ പാക് പട്ടാളക്കാർക്കു നേരെ രാജ്യത്ത് വിവിധ ഇടങ്ങളിലായി BLAയുടെ തുടരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആക്രമണത്തിന് സമാനമായി ഏപ്രിൽ 15-ന് പോലീസ് ട്രക്കിന് നേരെ BLA നടത്തിയ ബോംബ് ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ഒരു ട്രെയിൻ വരെ ഹൈജാക്ക് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. തീവണ്ടി റാഞ്ചിയതിന് പിന്നാലെ ബന്ദികളാക്കിയ യാത്രക്കാരെ പാക് സുരക്ഷാ സേന മോചിപ്പിച്ചത് ദിവസം മുഴുവൻ നീണ്ട സൈനിക നടപടികൾക്കൊടുവിലായിരുന്നു. ഏറ്റുമുട്ടലിൽ 33 വിഘടനവാദികളെയാണ് പാക് സൈന്യം വധിച്ചത്. ഇതിനിടെ 21 യാത്രക്കാരും 4 സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. പാക് സൈന്യത്തിന് ഏറെ തലവേദന ഉണ്ടാക്കുന്ന സംഘടനയാണ് BLA. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി പ്രത്യേക രാജ്യമാക്കണം എന്ന് വാദിക്കുന്ന സായുധ സംഘടനയാണ് BLA. അതേസമയം കനത്ത തിരിച്ചടിയിൽ വിറച്ച് പാകിസ്ഥാൻ. അംഗീകരിക്കാനാവില്ലെന്ന് വാദം. നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി. ഇന്ത്യയുടെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നും നടപടി മേഖലയിലെ സംഘർഷം കൂട്ടും എന്നുമാണ് പാകിസ്ഥാൻ നിലവിൽ പറയുന്നത്. കനത്ത തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നിലപാട് മാറ്റിയിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് തയ്യാറാണ് എന്നാണ് നിലവിൽ പാകിസ്ഥാന്റെ നിലപാട്. നയതന്ത്ര കാര്യങ്ങൾ വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനം 2 രാജ്യങ്ങളും നേരത്തെ എടുത്തിരുന്നു. 55-ൽ നിന്ന് അംഗങ്ങളുടെ എണ്ണം 30-ആക്കി ഇന്ത്യയും പാകിസ്ഥാനും കുറച്ചിരുന്നു. നിലവിൽ നയതന്ത്ര പ്രതിനിധി ഗീതിക ശ്രീവാസ്തവയെയാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി നിലപാട് അറിയിച്ചത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം പാകിസ്ഥാന് വലിയ പ്രഹരമാണ്. ഇന്ത്യയിൽ ഒരുപാട് നിരപരാധികളുടെ ജീവനെടുത്തതിന് പിന്നാലെ ഭീകരർ മസൂദ് അസ്ഹറിന് ഇന്ത്യൻ തിരിച്ചടിയുടെ ഭാഗമായി കനത്ത ആഘാതമാണ് ഉണ്ടായത്. ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തുള്ള ഇന്ത്യൻ തിരിച്ചടിയിൽ മസൂദ് അസ്ഹറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഉൾപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ ഇയാളുടെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ മസൂദിൻ്റെ മൂത്ത സഹോദരിയും ഉൾപ്പെട്ടിട്ടുണ്ട്. താനും മരിക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് ഈ കനത്ത നഷ്ടത്തിൽ മസൂദ് അസ്ഹറിൻ്റെ പ്രതികരണം. ഇന്ത്യയുടെ നീക്കത്തിന് തിരിച്ചടിയാവും എന്നും മസൂദ് അസ്ഹർ പ്രസ്താവന ഇറക്കി. അതേസമയം തിരിച്ചടിക്കാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം. പാകിസ്ഥാനിൽ റെഡ് അലർട്ട്. വ്യോമപാത പൂർണ്ണമായും അടച്ചു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി നൽകാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം നൽകി പാക് സർക്കാർ. പാകിസ്ഥാൻ സൈന്യം പ്രതികരണം തീരുമാനിക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കാൻ ആശുപത്രികൾക്കും പാക് സർക്കാർ നിർദ്ദേശം നൽകി. ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ 36 മണിക്കൂറിലേക്ക് നിർത്തിവെച്ചു. വ്യോമപാത പൂർണ്ണമായും അടച്ചു. പാക് പഞ്ചാബിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകളും അടച്ചു. ഇന്ത്യയുടെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പാകിസ്ഥാൻ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്ത്യയുടെ ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി മേഖലയിലെ സംഘർഷം കൂട്ടുമെന്നുമാണ് പാകിസ്ഥാൻ നിലവിൽ പറയുന്നത്.